ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ചിക്കൻ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന പോലുള്ളൊരു ചിക്കൻ ഗ്രേവിയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ റെസിപ്പി ഉണ്ടാക്കുന്നതിനായി ചൂടായ പാനിലേക്ക് 5 വറ്റൽമുളകും കുറച്ച് അണ്ടിപ്പരിപ്പും ചേർത്ത് റോസ്റ്റ് ചെയ്തെടുക്കുക. ഏകദേശം 2-3 മിനിറ്റ് ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കണം, ലോ ഫ്ലെയിമിൽ. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായി പൊടിച്ചെടുക്കണം. നമ്മളിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ചെറിയ തക്കാളി കൂടി ചേർത്ത് ഒരു പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു വലിയ സവോള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. സവോള ഇവിടെ ചെറുതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് ഇളക്കാം. സവോളയെല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ സാധാരണ എരിവുള്ള മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വഴറ്റുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് എല്ലാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഈ മിക്സ് എല്ലാം ചിക്കനിൽ പുരട്ടി കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തക്കാളിയുടെയൊക്കെ ആ മസാല പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് റോസ്റ്റ് ചെയ്യണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കണം. ഇതിപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടപ്പ് മാറ്റി കൊടുക്കാം.
ഗ്രേവി കൂടുതലാണെന്നുണ്ടെങ്കിൽ 2-3 മിനിറ്റും കൂടെ തുറന്ന് വെച്ച് വേവിച്ചാൽ മതി. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയൂടെ ചേർത്ത് കൊടുക്കാം. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന മാതിരിയുള്ള ചിക്കൻ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗ്രേവിയൊക്കെ കറക്റ്റായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.